വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ സ്വർണം തട്ടിയ കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. പെരിന്തൽമണ്ണയിലെ ജ്വല്ലറി ഉടമയെ കാറിടിച്ചു വീഴ്ത്തി 3.5 കിലോ സ്വർണം തട്ടിയ കേസിലാണ് അർജുൻ അറസ്റ്റിലായിരിക്കുന്നത്. മലപ്പുറത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് ചേരുന്നു. ശാന്തകുമാർ, നേരത്തെ തന്നെ അർജുന് സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്ന തരത്തിൽ ആരോപണങ്ങൾ വന്നിരുന്നു. ഇപ്പോഴിതാ ഒരു കേസിൽ അയാൾ പിടിയിലായിരിക്കുകയാണ്. എന്താണ് ഈ കേസിലെ ഇയാളുടെ പങ്ക്? ബാലഭാസ്കറിന്റെ മരണം സംഭവിക്കുമ്പോൾ ആ കാർ ഓടിച്ചിരുന്നത് ഈ അർജുനായിരുന്നു. ഈ അർജുനാണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ ആക്രമിച്ച് 3.5 കിലോ സ്വർണം തട്ടിയ സംഭവത്തിൽ നേരത്തെ 4 പേരെ പിടിയിലായിരുന്നു. ഈ 4 പേർ സ്വർണം തട്ടിയെടുത്ത ഉടമകളിൽ നിന്ന് സ്വർണം തട്ടിയെടുത്തവരെ ചെർപ്പുളശ്ശേരിയിൽ എത്തിക്കുകയും അവരെ അവിടെ നിന്ന് മറ്റൊരു കാറിലേക്ക് കൊണ്ടുപോവുകയും ചെയ്ത അർജുൻ ആണ് എന്നാണ് പോലീസ് കണ്ടെത്തിയിരുന്നത്. അങ്ങനെയാണ് അർജുനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുവരെ 13 പേർ ഈ കേസിൽ അറസ്റ്റിലായിട്ടുണ്ട്. അതിനകത്ത് ഈ അർജുനും ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 2018 സെപ്റ്റംബർ 25 ബാലഭാസ്കർ തിരുവനന്തപുരത്ത് അപകടത്തിൽപ്പെടുന്നത്. അന്ന് ഈ കാർ ഓടിച്ചിരുന്നത് ഈ അർജുനായിരുന്നു. അന്ന് തന്നെ ഈ അർജുനെ സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. അതിനിടയിലാണ് സ്വർണ്ണക്കടത്തിനപ്പുറം സ്വർണ്ണ കവർച്ച കേസിൽ, അത് വലിയ തോതിൽ സ്വർണം കവരുന്ന വലിയ സംഘത്തിന്റെ ഭാഗമായി അർജുൻ പ്രവർത്തിക്കുന്നുണ്ട് എന്നുകൂടി പോലീസിന് മനസ്സിലായിരിക്കുന്നത്. പോലീസ് ഈ കാര്യത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചു വരികയാണെന്നാണ് പറയുന്നത്. ലക്ഷ്മി. ശാന്തകുമാർ, പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? ഈ അർജുന് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളയാളാണോ? മറ്റ് പല കേസുകളും അർജുന്റെ പേരിൽ ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എല്ലാ കേസുകളെ കുറിച്ചും വിശദമായ പരിശോധന നടത്തി വരികയാണ് എന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ ഇത്തരത്തിൽ ഒരു ഇപ്പോൾ പിടിയിലായ കേസും തമ്മിൽ ബന്ധമില്ല എന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും അർജുന്റെ ബാക്ക്ഗ്രൗണ്ട് ഇത്തരത്തിലുള്ള വിഷയങ്ങളിലെല്ലാം ഉണ്ട് എന്ന് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് വലിയ തോതിൽ സ്വർണം കവരുന്ന ഒരു സംഘത്തിന്റെ ഭാഗം കൂടി ആയിട്ടുണ്ട് അർജുൻ എന്ന നിലയിലേക്ക് എത്തുകയും അർജുനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നത്. വലിയ ക്രിമിനൽ സംഘങ്ങൾക്കൊപ്പം പ്രവർത്തിക്കുന്നു, ക്രിമിനൽ സംഘങ്ങളുടെ ഭാഗമായി തന്നെ അർജുൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നതെന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. അതിന്റെ വിശദമായ പരിശോധനയും അന്വേഷണം നടന്നു വരുന്നുണ്ട് എന്നും പോലീസ് പറയുന്നുണ്ട്. ലക്ഷ്മി, ഈ കേസ് എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്? പെരിന്തൽമണ്ണയിൽ ജ്വല്ലറി ഉടമയെ കാറിടിച്ച് വീഴ്ത്തിയുള്ള ഈ തട്ടിപ്പ് കേസ്, ഈ കവർച്ച കേസ് എപ്പോഴാണ് ഉണ്ടായിരിക്കുന്നത്? ഈ കേസിൽ ഇയാൾ പിടിയിലാകുമ്പോൾ അന്നത്തെ കാര്യങ്ങൾ കൂടി ചോദ്യം ചെയ്യലിൽ ഉൾപ്പെടുമോ? എന്താണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം? ഒരാഴ്ച മുമ്പാണ് പെരിന്തൽമണ്ണയിൽ രാത്രി 8:30 മണിക്ക് ജ്വല്ലറി അടച്ചുപോയിരുന്ന ജ്വല്ലറി ഉടമകളെ കാറിലെത്തിയ 4 അംഗ സംഘം ആക്രമിച്ച് സ്വർണം കവരുന്നത്. അവരുടെ ജ്വല്ലറിയിലെ സ്വർണമായിരുന്നു അത്. ആ സ്വർണം കവർന്ന് ഇവർ തൃശ്ശൂരിലേക്ക് പോകുന്നത് ചെർപ്പുളശ്ശേരി ഷൊർണൂർ വഴിയായിരുന്നു. ചെർപ്പുളശ്ശേരിയിൽ ഈ കവർച്ച സംഘം എത്തിയപ്പോൾ അതിലെ 3 പേരെ വേറൊരു കാറിലാണ് ഈ അർജുൻ കയറ്റി കൊണ്ടുപോയിരിക്കുന്നത്, തൃശ്ശൂരിലേക്ക് കൊണ്ടുപോയിരുന്നത്. അതായത് അവിടെ നിന്നും 2 വണ്ടികളിലായി കവർച്ച സംഘത്തെ കൊണ്ടുപോയി. അതായത് കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെയാണ് കവർച്ച നടന്നിരിക്കുന്നത്. വലിയൊരു സംഘം ഇതിനകത്ത് പ്രവർത്തിക്കുന്നു. ആ സംഘത്തിന്റെ ഭാഗമാണ് അർജുൻ എന്നുള്ളത് തന്നെയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അർജുന്റെ ഈ കേസിൽ പിടിയിലായ പ്രതികളിൽ നിരവധി പേർ മറ്റ് പല ക്രിമിനൽ കേസുകളും പ്രതിയാണ്. കൊലക്കേസ് പ്രതികൾ ഉൾപ്പെടെ ഈ സംഘത്തിലുണ്ടായിരുന്നു എന്ന് പോലീസ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു കേസിൽ, സ്വർണ്ണ കവർച്ച കേസിൽ കൂടി അർജുൻ പ്രതിയായിട്ടുണ്ട്. പോലീസ് അത് ഗൗരവമായി തന്നെയാണ് കാണുന്നത്. മുമ്പുള്ള കാര്യങ്ങൾ കൂടി, ബാലഭാസ്കറിന്റെ മരണ സമയത്ത് വണ്ടി ഓടിച്ചിരുന്നത് അർജുനാണ്. ഒരുപക്ഷെ ആ കാര്യങ്ങൾ കൂടി ഈ അന്വേഷണത്തിലേക്ക് വരുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. ശാന്തകുമാറാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് VS അനു കൂടി ചേരുകയാണ്. അനു, ബാലഭാസ്കറിന്റെ മരണം നടക്കുന്ന സമയത്ത് ഇതേ ആരോപണങ്ങൾ അർജുനെതിരെ ഉയർന്നിരുന്നു. പ്രത്യേകിച്ചും ബാലഭാസ്കറിന്റെ അച്ഛൻ ഇത് ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയത് പോലും. ഡ്രൈവറായ അർജുന് സ്വർണ്ണക്കടത്തുമായി ബന്ധമുണ്ട് എന്നടക്കമുള്ള ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നതാണ്. ഇപ്പോഴാണ് അയാൾ ഒരു കേസിൽ അറസ്റ്റിലായിരിക്കുന്നത്. എന്തു വേണം കരുതാൻ? പോലീസിന്റെ അന്വേഷണം ഈ വഴിക്കുകൂടി നീങ്ങും എന്ന് കരുതാമോ?
ലക്ഷ്മി പത്മ, സംഗീതജ്ഞനായിരുന്ന ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഈ കാർ ഓടിച്ചിരുന്നത് ബാലഭാസ്കർ ആണെന്ന് മൊഴി നൽകിയ ആളാണ് അർജുൻ. പക്ഷെ പിന്നീട് ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് സംഘം തന്നെ ഇത് വണ്ടി ഓടിച്ചിരുന്നത് അർജുനാണെന്ന് കണ്ടെത്തിയിരുന്നു. പിന്നീട് CBI അന്വേഷണത്തിലും സമാനമായ കണ്ടെത്തലാണ് ഉള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് അർജുൻ ഈ രീതിയിൽ മൊഴി മാറ്റിയത് എന്നുള്ളത് ആ ഘട്ടത്തിൽ തന്നെ ഉയർന്ന സംശയമായിരുന്നു. പിന്നീടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ അപകട സമയത്ത് അവിടെ ചില ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ഈ കലാഭവൻ പ്രവർത്തിച്ചിരുന്ന ആളുടെ മൊഴി വരുന്നത്. ഇത് വലിയ വിവാദമായിരുന്നു. പിന്നീട് ഈ കേസ് അന്വേഷണം CBI കൊണ്ട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബാലഭാസ്കറിന്റെ അച്ഛൻ ഉണ്ണി മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് അപേക്ഷ നൽകി. തുടർന്ന് CBI ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തു. പക്ഷേ ഈ അന്വേഷണ ഘട്ടത്തിൽ ഒരിക്കൽ പോലും ഈ അർജുന അല്ലെങ്കിൽ അപകട മരണത്തിനപ്പുറത്തേക്ക് ഒരു കൊലപാതകമാണോ എന്നുള്ള കാര്യം കണ്ടെത്തിയിരുന്നില്ല. പക്ഷേ കുടുംബം ഇപ്പോഴും ഈ ബാലഭാസ്കറിന്റെ അപകട മരണത്തിന് പിന്നിൽ ഈ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ഇടപെടൽ ഉണ്ട് എന്നുള്ള ആരോപണം അവർ പല ഘട്ടങ്ങളിൽ ഉന്നയിച്ചിരുന്നതാണ്. ഏതായിരുന്നാലും അതിന് ഈ ബാലഭാസ്കറിന്റെ മരണത്തിന് ശേഷമാണ് ബാലഭാസ്കറിന്റെ സംഗീത ട്രൂപ്പിൽ ഉണ്ടായിരുന്ന ആളുകളെ തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ അറസ്റ്റിലാകുന്നത്. ആ ഘട്ടത്തിൽ വീണ്ടും ഈ ബാലഭാസ്കറിന്റെ അപകട മരണമല്ല, ഇത് വലിയൊരു കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ബാലഭാസ്കറിന്റെ കുടുംബം ഒക്കെ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പിന്നീട് CBIയുടെ കണ്ടെത്തൽ പോലും ഇതൊരു അപകട മരണമാണ്. കാരണം വളരെ വേഗതയിലായിരുന്നു ബാലഭാസ്കറും കുടുംബവും സഞ്ചരിച്ച കാറ് സഞ്ചരിച്ചത്. ഇത് ഈ മംഗലപുരത്ത് ഈ പറയുന്ന വളവിൽ വെച്ച് അമിത വേഗത്തിൽ എടുക്കുകയും അത് ഈ മരത്തിൽ വന്ന് ഇടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് നിലവിലെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രധാനമായും അർജുൻ ഒരു സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസിൽ പിടികൂടുമ്പോൾ സ്വാഭാവികമായും ഈ വിഷയം വീണ്ടും ഉയർന്നു വരും. നേരത്തെ കഴിഞ്ഞ വർഷം 2023 ഈ കേസ് അന്വേഷണം അവസാനിപ്പിക്കുന്നതെന്ന് കാണിച്ചുകൊണ്ട് CBI തിരുവനന്തപുരം CJM കോടതിയിൽ ഒരു റിപ്പോർട്ട് ഫയൽ ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഇതിനെതിരെ കുടുംബം ഹൈക്കോടതിയിൽ പോവുകയും ഈ കേസ് തുടരന്വേഷണം നടത്താൻ ഹൈക്കോടതി ഉത്തരവിടുകയും ചെയ്തു. നിലവിൽ CBI തിരുവനന്തപുരം യൂണിറ്റ് ഈ കേസ് അന്വേഷിക്കുന്നുണ്ട്. ആദ്യഘട്ടം മുതൽ കുടുംബം ഉന്നയിക്കുന്ന ഈ അപകടത്തിനും അപകട മരണത്തിനും അല്ലെങ്കിൽ കൊലപാതകമെന്നും അവർ പറയുന്ന കാരണത്തിനും സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ള ആരോപണത്തെ ശക്തി പകരുന്നതാണ്, അല്ലെങ്കിൽ അവരുടെ സംശയത്തെ കൂടുതൽ ബലപ്പെടുത്തുന്നതാണ് ഇന്നിപ്പോൾ മറ്റൊരു സ്വർണ്ണ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പിടിയിലാകുമ്പോൾ. ലക്ഷ്മി, വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന അർജുൻ സ്വർണം തട്ടിയ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു. ബാലഭാസ്കറിന്റെ കുടുംബത്തിന്റെ ആരോപണങ്ങൾക്ക് ഈ അറസ്റ്റ് ബലം പകരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ VS അനു റിപ്പോർട്ട് ചെയ്യുന്നത്.